നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവർക്കാണ് SFIO കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൈമാറിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊന്ന്, പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കുമെന്നും കേൾക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്താ? പ്രതികൾ അന്യായമായി കൈക്കലാക്കിയ തുക തിരിച്ചു പിടിക്കാനാണ് കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്യായമായി അവർ കൈയടക്കിയ പണമാണ് തിരിച്ചു പിടിക്കുന്നത്. അന്യായമായി ഇവരാണ് കൈയടക്കിയിട്ടുള്ളത്. അതെ. അന്യായമായി ഇവർ കൈയടക്കാനുള്ള കാരണം എന്താണ്? അന്യായമായി ഇവർക്ക് കൊടുത്താൽ അതിൽ നിന്ന് ഗുണമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അന്യായമായി ഇവർക്ക് കൊടുത്തതിൻ്റെ കാരണം എന്താണ്? അവരുടെ അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. അത് പിന്നെ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ കുരുങ്ങുമ്പോൾ അതിൻ്റെ പുറകെ ഇവരുടെ അച്ഛൻ മുഖ്യമന്ത്രിയും ചോദ്യമുനയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ റഡാറിൽ വരാതിരിക്കാൻ പറ്റില്ല.